എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പവും പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുമ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ട വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മെഷറിംഗ് കപ്പിന് അളന്നിട്ടാണ് മൈദ എടുത്തത്. കപ്പ് അളവ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലിപ്പോൾ ഉള്ള ഏതെങ്കിലും കപ്പ് എടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്ന ആ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇതാ മാവെല്ലാം നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു 1/4 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അടച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നല്ലതുപോലെ കൂടുതൽ സോഫ്റ്റായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വരുമ്പോൾ 3 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ആക്കിയത് രണ്ടും കൂടി ഒന്നിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ടതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കുരുമുളകിൻ്റെ പൊടിയാണ് 2 പ്രാവശ്യം ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. പിന്നെ കുരുമുളകിൻ്റെ പൊടിയും പച്ചമുളകും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. കെച്ചപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ സോസുകളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതാ മാവെല്ലാം നമ്മൾ കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഒരുപോലത്തെ 6 ബോൾസ് ആക്കി മാറ്റാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കുന്നില്ല, ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള മാവാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. അങ്ങനെ എല്ലാം ഉരുളകളാക്കി മാറ്റുക. ഒരെണ്ണം ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഒരുപോലത്തെ 6 ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരത്തുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അത് പരത്തിയിട്ടാകുമ്പോൾ അതിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു മിക്സ് വേണ്ടത്. ഈ ഒരു ലൂസിൽ ഒരുപാട് ലൂസുമായി പോകരുത്, ഒരുപാട് തിക്കുമായി പോകരുത്. ഇതിൽ നിങ്ങൾ കാണുന്നില്ല നമ്മളെ എന്താ പറയുക, ബട്ടറെല്ലാം മെൽറ്റായാലും ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിൽ. അപ്പോൾ ആ ഒരു മിക്സ് റെഡിയാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഉരുളകളിൽ നിന്നും ഓരോന്നും കൊടുത്തിട്ട് അല്പം മൈദ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരു ചപ്പാത്തിൻ്റെ എല്ലാം വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. ആവശ്യത്തിന് മൈദ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഒരെണ്ണം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ പരത്തിയെടുത്തത്. ബാക്കിയുള്ളത് മുഴുവനും സെയിം രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. 6 ബോൾസും സെയിം രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. ഒരേ വലുപ്പത്തിൽ പരത്തിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിതാ എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, കോൺഫ്ലോറും ഓയിലും കൂടെ ഒഴിച്ചിട്ട് റെഡിയാക്കിയ മിക്സ്, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം വീണ്ടും അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് സ്പ്രെഡാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലേക്കും ചെയ്തെടുക്കുക. ലാസ്റ്റത്തെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട, ബാക്കി എല്ലാത്തിലേക്കും നടുവിൽ സ്പ്രെഡാക്കി കൊടുക്കുക.
അങ്ങനെ എല്ലാത്തിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6ാമത്തെ ചപ്പാത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ 6 ചപ്പാത്തിയും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ആ ഒരു മിക്സ് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. ഇതുപോലെ 6 ചപ്പാത്തി ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ക്രിസ്പി ആയിരിക്കും, ക്രഞ്ചിയും ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 2 ഭാഗത്തുനിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ ഈ ഒരു മുകളിലായിട്ട് കുറച്ച് ആ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് സ്ക്വയർ ഷേപ്പിലൊന്ന് മടക്കിയതിന് ശേഷം ആവശ്യത്തിന് മൈദ ഇട്ടിട്ട് സ്ക്വയർ ഷേപ്പിൽ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് കനം കുറച്ചിട്ടില്ല പരത്തിയെടുക്കേണ്ടത്. കുറച്ച് 2 ചപ്പാത്തിയെല്ലാം അട്ടിക്ക് വെച്ചാൽ എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ആവശ്യത്തിന് മൈദ തൂക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക. പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി കോല് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു തിക്നെസ്സിൽ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക. അതിനുശേഷം സൈഡിൽ മുന്നോട്ട് നിൽക്കുന്ന ആ ഒരു മാവ് ഉണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ അങ്ങനെ നിൽക്കുന്നുണ്ടായിട്ടുള്ളൂ. അത് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 16 പീസാണ് നമുക്ക് കിട്ടിയത് ഈ 1.5 കപ്പ് മാവ് കൊണ്ട്. അപ്പോൾ 16 ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലേക്കും ആദ്യം ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത മുട്ട, ഒരു മുട്ടനെ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എല്ലാത്തിലേക്കും മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഒന്ന് കയ്യിൽ ആക്കിയതിന് ശേഷം ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടും. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. അല്പം വെള്ളം കയ്യിലാക്കിയിട്ട് ഒരു സൈഡിൽ മാത്രം ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇത് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവനും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് മുട്ടൻ്റെ ഫില്ലിങ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ്റെ ഫില്ലിങ്ങോ ബീഫിൻ്റെ ഫില്ലിങ്ങോ വെച്ചിട്ടും ഇത് റെഡിയാക്കാം. വെജിറ്റബിൾ ഫില്ലിങ് വെച്ചിട്ടും റെഡിയാക്കാം. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടും ഓൾസ് പുറത്ത് കാണാത്ത രീതിയിൽ. ഓൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ എണ്ണ ഉള്ളിലേക്ക് കയറും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്നാക്കും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം ലെയറോട് കൂടിയുള്ള ഇതല്ലേ. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കുമ്പോഴാണ് ഉള്ളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 4-5 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. എന്നാലാണ് ഉള്ളൊക്കെ നല്ലതുപോലെ റെഡിയായി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഈ ഒരു രീതിയിലാവുമ്പോൾ എടുത്തു മാറ്റുക. കണ്ട ആ ഒരു ലെയറൊക്കെ ഇങ്ങനെ. എന്നിട്ട് ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ സ്നാക്കെല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ കെച്ചപ്പും ഉണ്ട്. കെച്ചപ്പ് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കുന്ന ഗസ്റ്റ് വരുമ്പോഴും വൈകുന്നേരത്തെ ചായക്കൊക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.